ഞങ്ങളുടെ പൊക്രയിലെ സന്ദർശനം തുടരുകയാണ്. പൊക്രയിൽ തന്നെയുള്ളൊരു ഗുഹാക്ഷേത്രമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം. അവിടേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ചെങ്കുത്തായ ഇറക്കമിറങ്ങി കുത്തനെയുള്ള വളവുകൾ തിരിഞ്ഞു വേണം അങ്ങോട്ട് പോകുവാൻ. നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ വളരെ രമണീയമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ആ പ്രകൃതി ഭംഗികൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്. നേപ്പാളിനെ പറ്റി നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ജനങ്ങൾ നല്ല സഹകരണമാണ് നമ്മളോടൊക്കെ തന്നെ. എന്തായാലും ഒരിക്കൽ വന്ന് കാണേണ്ട ഒരു സ്ഥലവും ഭൂപ്രകൃതിയും ജനവാസവും ഒക്കെയാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ള ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശവും നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ്. കരകൗശല വസ്തുക്കളും നേപ്പാളിൻ്റെ തനതായ നെയ്ത്ത് വസ്ത്രങ്ങളും അതിലുപരി നേപ്പാളിലെ ഗൂർഖ കത്തികളും രുദ്രാക്ഷവും സാളഗ്രാമവും അതുപോലെയുള്ള വസ്തുക്കളാണ് പ്രധാനമായും ഇവിടുത്തെ കച്ചവടം. ഗൂർഖ കത്തിയാണ് ഇത്. നമ്മുടെ ഇവിടെയൊക്കെ വരുന്ന സെക്യൂരിറ്റി ആയിട്ടുള്ള ഗൂർഖകളുടെ എളിയിൽ തിരികെയിരിക്കുന്ന കത്തിയാണ് ഇത്. ഇതൊക്കെ സാളഗ്രാമമാണ് കേട്ടോ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നേപ്പാളിൽ കൂടെ ഒഴുകുന്ന നദിയിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ സാളഗ്രാമങ്ങൾ. ഇവിടുത്തെ നദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്താണ് കേട്ടോ ഈ നദിയിൽ വെള്ളം പൊങ്ങുന്നത്. കാരണം ഹിമാലയത്തിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് കൂടുതലായും ഇവിടെ വരുന്നത്. തണുപ്പുള്ള സമയങ്ങളിലെ വർഷകാലങ്ങളിലൊക്കെ ഇവിടെ നദിയിൽ വെള്ളം പൊതുവെ കുറവായിരിക്കും. അങ്ങനെ വെള്ളം കുറവുള്ള സമയത്ത് തൊഴിലാളികൾ നദിയിൽ പോയി തപ്പി പെറുക്കിയെടുക്കുന്നതാണ് ഈ സാളഗ്രാമങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യാപാരമാണ് രുദ്രാക്ഷം. വിവിധ മുഖങ്ങളിലുള്ള രുദ്രാക്ഷം മാലയായും ഒറ്റയ്ക്കായും ഇവിടെ നിന്ന് ലഭിക്കും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് എടുക്കണം. അതിനുള്ള കൗണ്ടറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. കാണാൻ വളരെ മനോഹരമായ ഈ ക്ഷേത്രവും പരിസരവും വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു പോരുന്നു. ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ. ഇതിനുള്ളിൽ ഫോട്ടോ അനുവദനീയമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
മുകളിൽ നിന്നും ഒരു നദി കുത്തനെ ഈ ഗുഹയിലേക്ക് പതിക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകളാണിത്. ഗുഹാക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ദേവീസ് ഫാൾസ് എന്ന് പറയുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവിടേക്കാണ് അടുത്ത യാത്ര. ഇത് വളരെ വീതി കുറഞ്ഞ ഒരു വെള്ളച്ചാട്ടമാണ്. എങ്കിൽ പോലും അഗാധമായ ഗർത്തത്തിലേക്കാണ് ഈ വെള്ളം പതിക്കുന്നത്. ഈ വെള്ളം താഴെ വന്ന് പതിക്കുന്നതാണ് നമ്മൾ മുമ്പേ ഗുഹാക്ഷേത്രത്തിൽ വെച്ച് കണ്ടത്. ഇത് നേപ്പാളിലെ പ്രസിദ്ധമായ മനക്കാമന ദേവിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയാണ്. ഇവിടെ പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്നത് മനക്കാമന ദേവീക്ഷേത്രത്തിൽ കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടിയുടെ ഒരു മോൾഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവറസ്റ്റ് കൊടുമുടിയെ പറ്റിയ സന്ദർശകർക്ക് ഒരു അവഗാഹം ഉണ്ടാകുന്നതിന് വേണ്ടി അതിൻ്റെ മോൾഡ് രൂപകൽപ്പന ചെയ്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ഇനി ഉച്ചഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് ശേഷം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങണം.
അടുത്തത് ഫെവ ലേക്കാണ്. നേപ്പാളിലെ മനോഹരമായ ഒരു തടാകമാണ് ഇത്. ഈ തടാകത്തിന് അക്കരെ ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട്. ഈ തടാകത്തിലൂടെ ബോട്ട് സവാരിക്കൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പെഡൽ ബോട്ട്, യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ ആവശ്യാനുസരണമുണ്ട്. ഞങ്ങൾ എന്തായാലും ബോട്ടിലൊന്നും കയറിയില്ല. തടാകത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിക്കുന്നതിനായി തിരികെ റൂമിലേക്ക് പോന്നു. ഞങ്ങൾ പൊക്രയിൽ നിന്നും ചിത്വാനിലേക്കുള്ള യാത്രയിലാണ്. ചിത്വാനിലേക്ക് പോകുന്ന വഴിയിലാണ് നേപ്പാളിലെ പ്രസിദ്ധമായ മനക്കാമന ദേവീക്ഷേത്രം. നേപ്പാളിലെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മനക്കാമന ദേവീക്ഷേത്രം. ഇവിടേക്ക് പോകുന്നതിനായി ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളം ഒരു കേബിൾ കാറിൽ കയറി വേണം നമ്മൾ പോകുവാൻ. അങ്ങനെ മനക്കാമന കേബിൾ കാറിന്റെ പ്രവേശന കവാടത്തിലെത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 670 ഇന്ത്യൻ രൂപ, അതായത് 1072 നേപ്പാൾ രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങ് ദൂരെ കാണുന്ന കുന്നിന്റെ മുകളിലാണ് മനക്കാമന ദേവീക്ഷേത്രം. അവിടേക്ക് കേബിൾ കാർ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം ഉണ്ട്. ഈ കാണുന്ന കുന്നല്ല, അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു കുന്നും കൂടിയുണ്ട്. അങ്ങനെ 2 കുന്ന് കയറി വേണം മനക്കാമന ദേവീക്ഷേത്രത്തിലേക്ക് എത്തുവാൻ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കേബിൾ കാറിലേക്ക് കയറുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഇനി ഞങ്ങൾക്ക് വേണ്ടിയുള്ള കേബിൾ കാർ വരുന്നതെന്ന് നോക്കിയുള്ള നിൽപ്പാണ്. ഞങ്ങൾക്കുള്ള കേബിൾ കാർ ഇതാ എത്തിക്കഴിഞ്ഞു. യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. കുത്തനെയുള്ള മലയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മഴയുള്ളതിനാൽ കേബിൾ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് വെള്ളം തെറിക്കുന്നതുകൊണ്ട് അകത്തുനിന്നും പുറമേ ഉള്ള കാഴ്ചകളൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഇറങ്ങേണ്ട സ്ഥലമായി
ഇവിടെ നിന്നും കുറച്ച് ദൂരം നടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകുവാൻ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശവും നിറയെ റെസ്റ്റോറൻറ്റുകളും കരകൗശല വിൽപ്പനശാലകളും പൂജാ സാധനങ്ങളുടെ വിൽപ്പനശാലകളുമാണ്. എന്തായാലും വളരെ നല്ല ഒരു അന്തരീക്ഷത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഇവിടേക്കുള്ള യാത്ര ഭയങ്കര ആസ്വാദ്യകരമാണ്. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന്. മഴയുടെ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും ദർശനത്തിനായി ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ആണ് ഇവിടെ ദൃശ്യമാവുന്നത്. മൻകാ കാമന അഥവാ മനസ്സിന്റെ ആഗ്രഹം എന്നതിന്റെ ചുരുക്കമാണ് മനക്കാമന. ഈ ക്ഷേത്രത്തിൽ വന്ന് ആഗ്രഹം പറഞ്ഞ് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വീണ്ടും ഇവിടെ വന്ന് കോഴിയെയും
ആടിനെയും ഒക്കെ ബലി നൽകുന്ന ഒരു വഴിപാട് ഇവിടെയുണ്ട്. ഇതും ഈ ക്ഷേത്രത്തിലെ ഏതോ പ്രധാന വഴിപാടാണ്. പക്ഷെ അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മഴയുടെ ആരംഭമുണ്ടെങ്കിലും ദർശനത്തിനായുള്ള ഭക്തരുടെ ക്യൂ നീളുകയാണ്. ഇതൊക്കെ ദേവിക്ക് ബലി നൽകുന്നതിനായി ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന കോഴികളാണ്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ഞങ്ങൾ ക്ഷേത്ര ദർശനം മതിയാക്കി താഴേക്ക് പോവുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും പ്രദേശങ്ങളൊക്കെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി ദർശനങ്ങൾ നടത്തി വരണമെങ്കിൽ തീർച്ചയായും ഒരു 5 മണിക്കൂർ സമയമെങ്കിലും എടുക്കും. അതിനു മാത്രമുള്ള കാഴ്ചകൾ ഈ ക്ഷേത്രത്തിലും ചുറ്റുവട്ടത്തുമായി ഉണ്ട്. സമയപരിമിതി മൂലം ആ കാഴ്ചകൾ അതുകൊണ്ട് ഇനി ഒരു വരവ് ഉണ്ടെങ്കിൽ അന്ന് നടത്താം എന്നുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങുകയാണ്. ക്ഷേത്രത്തിലേക്ക് ബലി നൽകുവാനുള്ള ആടുകളെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ ഇവിടെ നിന്ന് വാങ്ങുകയോ ചെയ്യാൻ സാധിക്കും. ആടുകളും കോഴിയും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. തിരികെ പോകുന്നതിനുള്ള കേബിൾ കാറിൽ കയറുന്നതിനുള്ള ക്യൂവിനാണ് ഇപ്പോൾ ഞങ്ങൾ. നീണ്ട ക്യൂ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ഈ കേബിൾ കാറിൽ കയറാനുള്ള ജനങ്ങളുടെ തിരക്കാണ് കേട്ടോ. മൊത്തം ഇടിച്ച് നിൽക്കുകയാണ് എല്ലാവരും.
ഞങ്ങൾ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരു കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് പോവാ കേട്ടോ. ഭയങ്കര രസമാണ്. പൈസ കൊടുക്കാതെ അവര് കൊണ്ടുപോകും. അവർക്ക് എന്തുവാ ടിക്കറ്റ് വേണം, അത്രേ ഉള്ളൂ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. പൈസ ഉള്ളവർക്ക് എന്തായിക്കില്ല. ഒരിക്കലോ 2 പ്രാവശ്യമോ 5 പ്രാവശ്യമോ. സ്ലോവിലല്ലേ നമ്മുടെ സ്ഥലത്തിന് കിടപ്പ് പറഞ്ഞാൽ നമുക്ക് തോന്നണ രണ്ടും സ്പീഡ് സെയിമാ. അതേപോലെ ഇവിടെയൊന്നും ആൾവാസമില്ല കേട്ടോ. ഈ ഓരോ പോയിട്ട് അവിടെ ആൾവാസം ഉണ്ടെന്ന് പറയുന്നത് കുറേ നാൾ താമസിച്ച് അവരുടെ അതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. താഴെ ഒരേ തരം ചെടികളാണ്. അതെ അതെ അതെ, ഒരേ തരം നട്ടുപിടിപ്പിച്ച പോലെ. മരം 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 ചെടിയല്ല മരമാണ്. വീടൊന്നുമില്ല കേട്ടോ. മേളിൽ കുറച്ച് ഭാഗമാണ് കൃഷിക്ക് താമസം. വഴിയുണ്ട് അവർക്ക് വേറെ. ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വഴിയുണ്ട്. അതൊന്നും ഇത് ഭയങ്കര രസം. നല്ല ക്ലിയർ ആക്കാം. കണ്ണാടി വെച്ചിട്ട് നോക്കണമായിരുന്നു. ഒന്നുമല്ലാതെ ഒരു ബുദ്ധിമുട്ട്. കറണ്ട് പോയി. നിങ്ങളുടെ ആൾക്കാരെടുത്തേ കയറുണ്ടോ അകത്ത്? ഇതിലേക്ക് കയറിട്ടാ മിക്കപ്പോഴും താഴോട്ട് ചാടും പോകുന്നില്ല അല്ലേ. സ്റ്റോപ്പ് ചെയ്തിരിക്കുക. കറണ്ട് പോയെന്നേ. നീ ജനറേറ്റർ എവിടുന്നാലും വാടകയ്ക്ക് എടുത്തോണ്ടോന്ന് അടിച്ചിട്ട് വേണം. എല്ലാം നിൽക്കുവാണല്ലേ. ഈ ക്ലൈമറ്റ് പക്ഷെ നല്ല വിശപ്പ്. ഈ കാലാവസ്ഥയാണെങ്കിൽ നല്ല വിശപ്പ്. കണ്ടോ, മായ കേബിൾ കാറിൽ ഇരിക്കുന്ന ഭാഗമാണ്. മായ ആദ്യമേ ഒന്ന് കേബിൾ കാറിൽ കയറുന്ന. അതുകൊണ്ട് ഭാഗ്യത്തിന് മലയാളം മോളിൽ വന്നപ്പോൾ കേബിൾ കാർ നിർത്തിയിട്ടിരിക്കുക. അതുകൊണ്ട് കുറേ സമയം നിന്ന് കാണാൻ പറ്റും. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ശ്രീകുട്ടി ചേച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേബിൾ കാറിലിരിക്കുന്നത്. ഭയങ്കര ത്രില്ലിലാ. പോയി തുടങ്ങി. എന്തായാലും അടുക്കാറായി. ഇനി ഞാൻ ഇവിടുന്ന് ഒറ്റച്ചാട്ടല്ലേ. കേക്ക് പോലത്തെയാ. കേക്ക് തന്നെ. അതുകൊണ്ട് ആ തേക്ക് പോലെ ഇലയുടെ രീതിയൊക്കെ ഉണ്ട്. 10 മിനിറ്റ് സമയം ഇല്ല അല്ലേ? സമയം കിട്ടിയോ? ഇല്ല, ഇനിയുണ്ട്, ദൂരമുണ്ട്. ആളുണ്ട്. അങ്ങനെ അല്ല, ആ നദിക്ക് കുറുകെ പോണം. എന്നാ പറയും, ഇപ്പൊ നമ്മളിവിടുന്ന് ഒറ്റച്ചാട്ടം. ആ മരങ്ങള് തന്നെ ഒരേപോലത്തെ മരങ്ങളാ. ഞാൻ മലയാളി ഇതിലല്ല പോയെ. എവിടുന്നല്ലേ? മാതംഗ പർവ്വതത്തിന്റെ അവിടുന്ന് പറക്കുപോയി. പറക്കുവല്ലേ ചെയ്തല്ല, നടുവല്ലോ. നമ്മളിപ്പോ പറക്കുവല്ലേ? നാല് സാധനങ്ങളും കൂടുമൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരു കുത്തിറക്കം വരും. ഇനി കുത്തിറക്കില്ല. ബാക്കി ആ നദിയുടെ ഇപ്പുറം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം ഇത് അമ്മരെ ഇതൊക്കെ കാണുന്നുണ്ട്.
ഒരു 4000 കൂടെ മുടക്കാമെങ്കിൽ ഒന്നാൾ പോയിട്ട് വരാവേ. അതിനൊക്കെ പുറത്ത് പാടുണ്ട്. ഇപ്പൊ ലാൻഡ് ചെയ്യണത് വീടിന്റെ മോളിൽ പോയി ലാൻഡ് ചെയ്യണം. വേണ്ടവർ ഇപ്പൊ അറിയാം. 1072 NRS. NRS എന്ന് പറഞ്ഞാൽ എന്തോ? നേപ്പാൾ റുപ്പീസ്. നേപ്പാൾ. 1072. ആൾക്കാർക്ക് 670 രൂപ ടിക്കറ്റിന്. നമ്മള് നമ്മുടെ 670. 2680 അല്ലേ ആയത്? 2650 കൊടുത്തപ്പം 320. നമ്മുടെ 670 രൂപ 670 ഉണ്ടല്ലേ? 2 വാക്കിന് ഒരു വാക്കിന് മാത്രമേ 2 വാക്കിനും കൂടി 670. പക്ഷെ ഒരു വാക്ക് എടുക്കുമ്പോൾ 450 നഷ്ടം 900 രൂപ. 900 രൂപ. നമ്മളെ ലാൻഡിങ്ങിന് അടുത്തോണ്ടിരിക്കുന്ന നദിയുടെ കുറുകയാണ് ജവാൻ നിമിഷങ്ങൾക്ക് ലാൻഡ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതായിരിക്കും. സീറ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റ് അതെ, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉടൻ തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. വെള്ളം താഴ്ചയായിട്ട് തോന്നുന്നു. മഴ കാരണം അതെ, മഴ സമയമായതുകൊണ്ട് ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളമായതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ കിട്ടുന്നില്ല അല്ലേ? ഞങ്ങൾ ലാൻഡിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേ എത്തിക്കഴിഞ്ഞ് പെരക്കകത്ത് കയറുന്നു. സ്പീഡ് കൂടി